ഹലോ, ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു കേറ്ററിംഗ് സ്റ്റൈൽ അവിയലാണ്. കഴുകി വെച്ച പച്ചക്കറിയിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് വേവിക്കാൻ വെക്കാം. പച്ചക്കറിയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും. അങ്ങനെ ആ വെള്ളം കൂടെ ഒഴിച്ച് നമ്മളിതാ ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ കൂട്ട് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഒരു അര ടേബിൾ സ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. പച്ചക്കറി ഒരുപാട് വേവിക്കരുത്, അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഒരു മീഡിയം ഇതിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് അളിഞ്ഞതുപോലൊക്കെ ഇരിക്കും, പച്ചക്കറിയുടെ ഒരു ഗുണവും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വെന്തു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴത്തേക്കും ഈ പച്ചക്കറി എല്ലാം വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മളിത് തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അങ്ങനെ അത് തുറക്കുമ്പോഴത്തേക്ക് ഭയങ്കര മണമാണ്. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നത് തൈരാണ്. തൈരും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേറെ ഒന്നും ചേർക്കേണ്ടതില്ല. അങ്ങനെ നമ്മുടെ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. ചോറിന് മീൻ കറി, മീൻ വറുത്തതും ഈ അവിയലും കൂടാണ്. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.